إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ നമ്മെ അളവറ്റ് സ്നേഹിക്കുന്ന ഉദാരവാനായ കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ പടച്ച റബ്ബിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അങ്ങനെ യഥാവിധം ഹക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഹക്കിന്റെ മാർഗത്തിൽ മരണം വരെ ജീവിച്ചു മരിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആയുസ്സിൽ ഒരു റമളാൻ കൂടി നൽകുകയും ആ റമളാനിൽ തന്നെ അൽഹംദുലില്ലാഹ് ഒരു ജുമുഅയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏറെ മഹത്വങ്ങളുള്ള ദിനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. റമളാൻ മാസത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഖുർആൻ ആദ്യമായി നമ്മളോട് പറഞ്ഞത് റമളാൻ മാസം എന്നത് ഖുർആൻ ഇറങ്ങിയ മാസം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചു, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാകുന്നു റമളാൻ മാസം.
അങ്ങനെ ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ ആകാശത്തിലേക്ക് പരിപൂർണമായി ഖുർആൻ ഇറക്കുകയായിരുന്നു. അങ്ങനെ ഖുർആൻ ഇറക്കുകയും ഈ ദുനിയാവിന്റെ ആകാശത്ത് നിന്ന് പിന്നീട് ഇങ്ങോട്ട് ഘട്ടം ഘട്ടമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ എത്തിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജ്വദുൻ നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിൽ വെച്ച് തന്നെ ഏറ്റവും ഉദാരവാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വകാന അജ്വദ മാ യകൂനു ഫീ റമളാന ഹീന യൽഖാഹു ജിബ്രീൽ. എന്നാൽ റമളാനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേറെ ഉദാരവാനായിരുന്നു. കാരണം റമളാനിന്റെ രാത്രികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടാറുണ്ടായിരുന്നു. വകാന യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിന റമളാൻ. റമളാനിന്റെ എല്ലാ രാത്രികളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. എന്തിനാണത്? ഫയുദാരിസുൽ ഖുർആൻ. ഖുർആൻ മുദാറസാത്ത് നടത്തുവാൻ വേണ്ടി, ഓതി കേൾപ്പിക്കുവാൻ വേണ്ടി, കൂട്ടി ഉറപ്പിക്കുവാൻ വേണ്ടി, പഠിക്കുവാൻ വേണ്ടി റമളാനിലെ ഓരോ ദിവസവും ജിബ്രീൽ അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചിരുന്ന നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഖുർആൻ എന്നുള്ളത് അത് കേവല പാരായണത്തിനുള്ളതല്ല, മറിച്ച് ആ ഖുർആൻ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്. ആ ഖുർആൻ അനുസരിച്ചായിരിക്കണം നമ്മളുടെ ജീവിതം. ആ ഖുർആൻ എന്നുള്ളത് നമ്മൾ അതിലേക്ക് ഉറ്റാലോചിക്കാനുള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ റമളാനിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ഖുർആനിന്റെ മാസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഖുർആനിനെ നെഞ്ചോട് ചേർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഖുർആനുമായുള്ള നമ്മളുടെ ബന്ധം അത് ഊഷ്മളമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ആദ്യമായി കൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് അത് ഖുർആൻ, ആ ഖുർആനിലുള്ള നമ്മളുടെ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്ന നമുക്ക് കാണാം, ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. ഈ ഖുർആനിൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള തെറ്റുകൾ, തിരുത്തലുകൾ നിങ്ങൾക്ക് കാണുവാൻ സാധ്യമല്ല. കാരണം അത് ഹക്കീമും ഹമീദുമായ റബ്ബിന്റെ അടുക്കൽ നിന്ന് അവതീർണമായതാണ് എന്നുള്ളതാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആ ഖുർആൻ ഇന്നും വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു എന്ന് നമ്മൾ അറിയുമ്പോൾ, അതിന്റെ സൃഷ്ടാവ് ആ ദൗത്യം നിർവഹിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാകണം. ഖുർആനിന്റെ വെല്ലുവിളികൾ ലോകത്തിന്റെ മുമ്പിൽ ഖുർആൻ വെക്കുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നു, ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്ന അലാ അൻ യഅതൂ ബിമിത്ലി ഹാദൽ ഖുർആൻ. ജിന്നുകളും മനുഷ്യരുമെല്ലാം ഒരുമിച്ച് കൂടുക. നബിയെ പറയുക, അങ്ങനെ ജിന്നുകളും മനുഷ്യരുമൊക്കെ ഒരുമിച്ച് കൂടുകയും അലാ അൻ യഅതൂ ബിമിത്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരുവാൻ ജിന്നുകളും മനുഷ്യരും ഒരുമിച്ച് കൂടിയാലും ലാ യഅതൂന ബിമിത്ലി, അതിന് അവർക്ക് സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇസ്രായിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. കവികൾ കടന്നു വന്നു, എഴുത്തുകാർ കടന്നു വന്നു, ഒരു സൂറത്ത് പോലും പോയിട്ട് ഒരായത്ത് പോലും അവർക്ക് ഇതിൽ നിന്ന് ഈ ഖുർആന് പോലെ ഒന്ന് രചിക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥ സംരക്ഷണം ഏറ്റെടുത്ത ആയത്ത് നമുക്ക് കാണാം, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ.
നിശ്ചയമായും നാമാണ് ഈ ഗ്രന്ഥത്തെ ഇറക്കിയത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കും എന്ന ഖുർആനിന്റെ അള്ളാഹുവിന്റെ വാഗ്ദാനം ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ എന്നുള്ളത് അമാനുഷികമാണ്, അത് ദൈവീക ഗ്രന്ഥമാണ് എന്നുള്ള ആദ്യ വിശ്വാസമാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഖുർആൻ ഇന്നും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിലനിൽക്കുന്നു എങ്കിൽ മറ്റൊരു മതത്തിന്റെ അനുയായികൾക്കും പറയുവാൻ അവകാശപ്പെടുവാനില്ലാത്ത രൂപത്തിൽ ഒരുപാട് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഖുർആൻ പാർക്കുന്നു എങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ഖുർആൻ ഗ്രന്ഥങ്ങൾ കത്തിച്ചു കളഞ്ഞാലും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ മനുഷ്യരുടെ ഹൃദയത്തിൽ ഖുർആൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു മതത്തിന്റെ അനുയായികൾക്കും അങ്ങനെ ഒന്ന് അവകാശപ്പെടാനില്ല. ഭാഷാപരമായിട്ടുള്ള അത്ഭുതങ്ങൾ നമുക്ക് ഖുർആനിൽ കാണാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോ സാമ്രാജ്യങ്ങൾ തകർക്കപ്പെട്ടു, ഭാഷകൾ അത് മരിച്ചുപോയി, ചരിത്രരേഖകൾ അത് തിരുത്തി എഴുതപ്പെട്ടു, ഇതര മതവേദ ഗ്രന്ഥങ്ങൾ അതിന്റെ നിയമങ്ങൾ അത് തിരുത്തി എഴുതപ്പെട്ടു, യുദ്ധങ്ങൾ നടന്നു, ഗ്രന്ഥശാലകൾ കത്തിക്കപ്പെട്ടു. എന്നാൽ ഇന്നും ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഖുർആൻ നിലനിൽക്കുന്നു എങ്കിൽ ആ ഖുർആനിന്റെ സൃഷ്ടാവ് സൃഷ്ടിനാഥൻ ആ ദൗത്യം അതേറ്റെടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുക തന്നെ ചെയ്യണം. പ്രിയമുള്ളവരെ, ആ വിശ്വാസമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. ആ വിശ്വാസം നമുക്ക് ആദ്യം കൈവരിച്ചു കഴിഞ്ഞാൽ ഈ ഖുർആൻ എന്നുള്ള ഗ്രന്ഥം അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്നുള്ള പരിപൂർണ വിശ്വാസം അത് നമുക്കുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നാം നോക്കുന്നത് ഈ ഖുർആൻ പടച്ച റബ്ബിൽ നിന്നുള്ളതാണെങ്കിൽ പിന്നെ ഇതിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുകൾ ഉണ്ടാവുകയില്ല. ഈ ഖുർആൻ എന്നുള്ളത് അത് ഖുർആൻ നമ്മളുടെ സൃഷ്ടാവിൽ നിന്നുള്ളതാണെങ്കിൽ ഈ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അത് ഏറ്റവും നേരെ ചൊവ്വായതായിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. ഇന്ന ഹാദൽ ഖുർആൻ, നിശ്ചയമായും ഈ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരെ ചൊവ്വായതിലേക്കാണ് ഖുർആൻ നിങ്ങളെ വഴി നടത്തുന്നത് എന്ന് ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. ഖുർആനിലൂടെയുള്ള കൽപ്പനകൾ അത് മനുഷ്യന് ഏറ്റവും നല്ലതായിരുന്നു എന്ന് അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു ഹറാമാക്കിയത് അത് നമ്മളുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മദ്യത്തിലൂടെ കടന്നുപോയി അങ്ങനെ മദ്യം കഴിച്ച് ലസിച്ച് അങ്ങനെ അവസാനം ജീവിതം കോഞ്ഞാട്ടയായപ്പോഴാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, എന്റെ സൃഷ്ടാവ് മദ്യം ഹറാമാക്കിയത് അതെന്റെ നന്മക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ എന്നുള്ളത്. പലിശ ഹറാമാക്കി, എന്നാൽ അതിലൂടെ സഞ്ചരിച്ചു, അങ്ങനെ പലിശയിൽ കുടുങ്ങി അവസാനം ചാമ്പലായതിനു ശേഷമാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്, എന്റെ സൃഷ്ടാവ് പലിശ ഹറാമാക്കിയത് അതെന്റെ നന്മക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ എന്ന്. അപ്പോഴാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹിജാബിനെ കുറിച്ച്, അവരുടെ മാറ് മറക്കുന്നതിനെ കുറിച്ച്, ഏറ്റവും നല്ല ഔറത്ത് മറക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ച്, എന്നാൽ അവരുടെ എല്ലാവിധ അവകാശങ്ങളും പിച്ചു ചീന്തപ്പെടുമ്പോ സ്ത്രീകൾ ചിന്തിക്കും, ഖുർആനിൽ എന്റെ റബ്ബ് പഠിപ്പിച്ച ആ വസ്ത്രധാരണ അതെന്റെ സംരക്ഷണത്തിനും എന്റെ നന്മക്കുമായിരുന്നല്ലോ. അതാണ് പറഞ്ഞത്, ഖുർആനിന്റെ വചനങ്ങൾ അതിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് അത് മനുഷ്യന് ഏറ്റവും നല്ലതാകുന്നു. അഹങ്കാരം വെച്ച് പുലർത്തരുത്, മോഷണത്തിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകണം, വിവാഹം നിങ്ങൾ കഴിക്കണം, കുടുംബബന്ധമായി നിങ്ങൾ മുന്നോട്ടു പോകണം, സമൂഹമായി നിങ്ങൾ ജീവിക്കണം എന്ന് പറയുമ്പോ ഇന്നിന്റെ ലോകത്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ ലൈംഗിക അതിർത്തികൾ അതിർവരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള അതിർവരമ്പുകളില്ലാതെ ലൈംഗികതയിലേക്ക് മനുഷ്യൻ പോകുമ്പോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ അതിനെനിക്ക് സാധിക്കില്ല എന്നുള്ള രൂപത്തിൽ ലിബറൽ ചിന്താഗതികളിലൂടെ പോകുമ്പോ മുൻകഴിഞ്ഞുപോയ സമുദായങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമുടെ ജനത നമുക്ക് കാണാം, ഇതുപോലെ ആണുമാണും പെണ്ണും അങ്ങനെ ലൈംഗിക എല്ലാവിധ അരാജകത്വങ്ങളിലേക്കും കടന്ന സാഹചര്യത്തിൽ ഇണയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, അമാനത്തുകളെ കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ ഒരു ജനത മുൻകഴിഞ്ഞുപോയി. ആ ജനതയോടാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം ഈമാനികപരമായ ഒരു വിപ്ലവം നമ്മളുടെ മനസ്സുകളിൽ ഉണ്ടാക്കണം. ആ ചോദ്യം ഒരു പുരുഷാരത്തെ നമ്മളുടെ ഉള്ളിൽ ഉണർത്തണം. ആ ചോദ്യം വിശ്വാസപരമായ ഒരു യഥാർത്ഥ സ്ത്രീത്വത്തെ നമ്മളുടെ ഉള്ളിൽ ഉണർത്തണം. അലൈസ മിൻകും റജുലുൻ
റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്റേടമുള്ള ഒരു പുരുഷനുമില്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ തന്റേടമുള്ള ഒരു പുരുഷനുമില്ലേ? യഥാർത്ഥ രൂപത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട്, വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട്, ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട്, ഇണകളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട്, സന്താനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട്, അമാനത്ത് ഏറ്റെടുത്തുകൊണ്ട്, യഥാവിധം തർബിയത്ത് നൽകിക്കൊണ്ട്, മാതാപിതാക്കൾ അവർ അമാനത്താണ് എന്നത് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട്, അങ്ങനെ വിശ്വാസത്തിലൂടെ കുടുംബ ജീവിതത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന അലൈസ മിൻകും റജുലുൻ റഷീദ്, അങ്ങനെ ഒരു തന്റേടമുള്ള പുരുഷൻ നിങ്ങൾക്കിടയിലില്ലേ എന്ന ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ ചോദ്യം നമ്മൾക്ക് പാഠമാകണം. അനന്തര സ്വത്തിന്റെ വിഷയത്തിൽ ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധം നേരായ ചൊവ്വായ നേരയിലൂടെ പോകാവുന്ന എല്ലാ കാര്യങ്ങളും ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ആ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് ഉറ്റാലോചിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആൻ പാരായണങ്ങൾ മാത്രമല്ല, മറിച്ച് ഖുർആനിന്റെ ആശയ വിശകലനത്തിലൂടെ കടന്നു പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിലേക്ക് ഉറ്റാലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഗൈരി ഇൻദില്ലാ, ഈ ഖുർആൻ എങ്ങാനും വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ, ഈ ഖുർആൻ എങ്ങാനും അല്ലാഹുവല്ലാത്ത മറ്റൊരാളിൽ നിന്നുള്ള ഗ്രന്ഥമായിരുന്നു എങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ധാരാളം തെറ്റുകൾ, ഇഖ്തിലാഫുകൾ, വ്യതിയാനങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരുന്നു. എന്നാൽ അതിൽ യാതൊരു തരത്തിലുമുള്ള തെറ്റുമില്ല. അതുകൊണ്ട് അതിന്റെ സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ആ ഖുർആനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന അല്ലാഹുവിന്റെ ചോദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, അൽ ഖുർആനു മഅദബത്തുല്ലാഹി ഫതഅല്ലമു മൻ മഅദബതിഹി മസ്തതഅതും. ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ സദ്യയാണ്. ആ സദ്യയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് ആവും വിധം ആ സദ്യയിൽ നിന്നുള്ള ഭക്ഷണം നിങ്ങൾ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്നുള്ളത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള അനുഗ്രഹവും അതുപോലെ തന്നെ യഥാവിധമുള്ള വെളിച്ചവുമാകുന്നു. അതുകൊണ്ട് തന്നെ ആ ഖുർആനിൽ നിന്നെടുക്കാവുന്ന നന്മകൾ നിങ്ങൾ എടുക്കുക, ജീവിതത്തിൽ അത് പകർത്തുക, മറ്റുള്ള ആളുകൾക്ക് അത് പഠിപ്പിക്കുക, അത് മനഃപ്പാഠമാക്കുക, അതിനനുസരിച്ച് ജീവിക്കുക, അങ്ങനെ മുന്നോട്ട് പോകുക. ഇന്ന ഹാദൽ ഖുർആന ഹബലുല്ലാഹിൽ മതീൻ, നിശ്ചയമായും ഖുർആൻ എന്നുള്ളത് അത് അല്ലാഹുവിന്റെ അടുക്കൽ ശക്തമായ അല്ലാഹുവിന്റെ ഒരു കയറാകുന്നു. വനൂറുൽ മുബീൻ, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ വെളിച്ചമാകുന്നു. വശിഫാഉൻ, ലോകർക്ക് മുഴുവൻ ശമനമാകുന്നു ഖുർആൻ എന്ന് പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറഞ്ഞത്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ, നിങ്ങളിൽ ഏറ്റവും ഉത്തമരെന്ന് പറയുന്നത് അത് ഖുർആൻ പഠിപ്പിക്കുകയും അത് ഖുർആൻ പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു രൂപത്തിലേക്ക് മടങ്ങി വരാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ ഉറ്റാലോചനയിലേക്ക് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, നസലൽ ഖുർആനു ലിയതദബ്ബറ വയുഅമല ബിഹി, യഥാർത്ഥത്തിൽ ഖുർആൻ ഇറങ്ങിയത് ആ ഖുർആനിലേക്ക് ഉറ്റാലോചിക്കുവാനും അതുപോലെ തന്നെ ഖുർആനിന്റെ ആ ആയത്തുകളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ച കൽപ്പനകൾ, ആ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനും വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഇറക്കിയത്. എന്നാൽ ഫത്തഖദു തിലാവതഹു അമലൻ, എന്നാൽ നമ്മൾ ഇന്ന് അതൊക്കെ വിട്ടുകൊണ്ട് പാരായണം മാത്രമാക്കുന്നു എന്ന് ഹസനുൽ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് നമുക്ക് കാണാം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക, ഈ ഗ്രന്ഥം എന്നുള്ളത് അത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാകുന്നു. ഖുർആൻ എന്നുള്ളത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാകുന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, എന്തിനാണ് ആ ഗ്രന്ഥം? അതിന്റെ ആയത്തുകളിൽ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം
ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു ഉറ്റാലോചിക്കുവാൻ വേണ്ടിയിട്ടാണ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ്, നിശ്ചയമായും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന നമുക്ക് കാണാം. ഇനി ചിന്തിക്കാത്തവരാണോ? അവിടെയും അല്ലാഹു ചോദിക്കുന്ന ചോദ്യം നമുക്ക് കാണാം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങളുടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്ന ഖുർആനിക വചനം നമ്മൾ എടുക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് തന്നെ ഖുർആനിലേക്ക് ഉറ്റാലോചിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആനിലൂടെ അല്ലാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതാണ്. ആ ഖുർആനിന്റെ മാർഗനിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. മഹാന്മാരായ സ്വഹാബിമാർ നമ്മളുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്ന് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അൻ ഖുലുഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മ റസൂലിന്റെ സ്വഭാവം, ആ സ്വഭാവം ഞങ്ങൾക്കൊന്ന് വിവരിച്ചു തരണം എന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് വിവരിച്ചു കൊടുക്കുന്നത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്നുള്ളത് അത് ഖുർആനായിരുന്നു. അദ്ദേഹത്തിന്റെ നടത്തം ഖുർആനായിരുന്നു, അദ്ദേഹത്തിന്റെ സംസാരം ഖുർആനായിരുന്നു, അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഖുർആനായിരുന്നു, അദ്ദേഹത്തിന്റെ ഇരുത്തം അത് ഖുർആനായിരുന്നു, അദ്ദേഹത്തിന്റെ നോട്ടം അത് ഖുർആനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുർആനിൽ എങ്ങനെ പെരുമാറാനാണോ പറഞ്ഞത്? ഖുർആനിൽ എങ്ങനെ നടക്കുവാനാണോ പറഞ്ഞത്? എങ്ങനെ പെരുമാറുവാനാണോ പറഞ്ഞത്? എങ്ങനെ നോക്കുവാനാണോ പറഞ്ഞത്? എങ്ങനെ പരിചരിക്കുവാനാണോ പറഞ്ഞത്? ആ രൂപത്തിൽ, എല്ലാ രൂപത്തിലും കാന ഖുലുഖുഹു അൽ ഖുർആൻ, പ്രവാചകന്റെ സ്വഭാവം എന്നുള്ളത് അത് ഖുർആനാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ വിവരിച്ചു തരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. വെറും പാരായണങ്ങൾ മാത്രമല്ല, അതിലേക്ക് ഉറ്റാലോചിക്കുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നൽകുന്ന വലിയ ഒരു താക്കീത് നമുക്ക് കാണാം. ഇത്തബഉ അഹ്സന മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് വന്ന ആ നന്മ, ആ ഖുർആൻ, അതിനെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. കാരണം അയ്യതിയകുമുൽ അദാബ ബഗ്തതൻ വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ തന്നെ പെട്ടെന്ന് നിങ്ങളിലേക്ക് പടച്ച റബ്ബിന്റെ ശിക്ഷ, ആ ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആനിനെ നിങ്ങൾ പിൻപറ്റുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. സലഫുകളൊക്കെ അങ്ങനെയായിരുന്നു, മുൻഗാമികളുടെ ചരിത്രങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. നമുക്ക് മുൻഗാമികളുടെ ചരിത്രത്തിലേക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാം, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിൽ 10 ആയത്തുകൾ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് അവർ പഠിച്ചു കഴിഞ്ഞാൽ ആ 10 ആയത്തിൽ എന്തൊക്കെ നന്മയുണ്ടോ അതവരുടെ ജീവിതത്തിൽ അവർ പകർത്തുമായിരുന്നു. ആ 10 ആയത്തുകളിൽ എന്തൊക്കെ തിന്മയാണോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കണം എന്ന് പടച്ച റബ്ബ് കൽപ്പിച്ചത് അതവരുടെ ജീവിതത്തിൽ നിന്ന് അവർ മാറ്റി നിർത്തിയിരുന്നു. അങ്ങനെ ആദ്യം പഠിച്ച 10 ആയത്തുകൾ അത് യഥാവിധം ജീവിതത്തിൽ പഠിച്ച് പ്രാവർത്തികമാക്കിയതിന് ശേഷം മാത്രമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരും അടുത്ത 10 ആയത്തിലേക്ക് കടക്കുമായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, സൂറത്തുൽ ബഖറ പഠിച്ചു തീരാൻ അദ്ദേഹത്തിന് 8 വർഷം അദ്ദേഹത്തിനെടുത്തു എന്നാണ്. സൂറത്തുൽ ബഖറ മനഃപ്പാഠമാക്കാൻ 8 വർഷത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. മറിച്ച് എന്തുകൊണ്ട് അദ്ദേഹത്തിന് 8 വർഷം എടുത്തു? ആ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയിലെ അല്ലാഹു നിർദ്ദേശിച്ച കൽപ്പനാ നിർദ്ദേശങ്ങളിലൂടെ കടന്നുപോയി, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി, അതിന്റെ ആശയ തലങ്ങളിലൂടെ കടന്നുപോയി. അങ്ങനെ ജീവിതത്തിൽ അത് പിൻപറ്റി വന്നപ്പോഴേക്കും 8 വർഷം കടന്നുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, സൂറത്തുൽ ബഖറയും ആലി ഇംറാനുമാണ് അത് വിശകലനം ചെയ്തുകൊണ്ട് വായിക്കാൻ മറ്റുള്ള സൂറത്തിനേക്കാളുമൊക്കെ എനിക്കിഷ്ടമെന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അങ്ങനെ ഉറ്റാലോചിച്ചുകൊണ്ട് ആ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കുവാൻ
നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മുആദിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അദ്ദേഹം പറയുകയാണ്, ഫഇന്ന അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിൽ ഖുർആൻ മനഃപ്പാഠമാക്കുകയും എന്നിട്ട് ആ ഖുർആനിനെ അനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അവരല്ല ഖുർആനിന്റെ ആളുകൾ. മറിച്ച് ഖുർആൻ ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ ഖുർആനിൽ എന്തൊക്കെ ഹലാലായിട്ടാണോ പറഞ്ഞത് അത് ഹലാലായി കാണുകയും എന്തൊക്കെ ഹറാമുകളുണ്ടോ അത് ഹറാമായി തന്നെ സ്വീകരിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അതിലെ നിയമങ്ങൾ അനുസരിക്കുകയും അങ്ങനെ ഖുർആനിനെ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അഹ്ലുൽ ഖുർആൻ, ഖുർആനിന്റെ ആളുകൾ എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്നമാ നസലൽ ഖുർആനു ലിയുഅമല ബിഹി, യഥാർത്ഥത്തിൽ ഖുർആൻ ഈ ദുനിയാവിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് അതിൽ നിന്ന് ആളുകൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പിൻപറ്റിക്കൊണ്ട് ആ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് അത് മുഖേന പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറക്കിയത്. എന്നാൽ എന്നാൽ ഇന്ന് ഖുർആൻ എന്നുള്ളത് അത് വെറും പാരായണം മാത്രമായി നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, പാരായണം അത്യാവശ്യമാണ്. പാരായണം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ അതിലേക്ക് ഉറ്റാലോചിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പാരായണം നമ്മൾ പറയുമ്പോ ഇന്ന് നമ്മൾ റമദാനിന്റെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്, എത്ര ആയത്തുകൾ ഞാൻ ഖുർആനിൽ നിന്ന് പാരായണം ചെയ്തു, എത്ര ജുസ്ഉകൾ ഖുർആനിൽ നിന്ന് ഞാൻ പാരായണം ചെയ്തു. ഖുർആനിന്റെ മഹത്വവും പ്രതിഫലവും അറിയാത്തവരല്ല നമ്മൾ. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റമദാൻ തീരുമ്പോഴേക്കും ഖുർആൻ മുഴുവനായി ഖത്തം തീർക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. നമുക്കറിയാം, ഒരു വാക്ക് ഒരു അക്ഷരം കൊണ്ട് യഥാർത്ഥത്തിൽ ഒരർത്ഥം പൂർണ്ണമാകുന്നില്ല. മറിച്ച് അക്ഷരങ്ങൾ കൂടിച്ചേർന്ന ഒരു വാക്കിനാണ് അർത്ഥമുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഓതുന്ന വിഷയത്തിൽ പ്രതിഫലം നിശ്ചയിച്ചപ്പോ അതിന്റെ അർത്ഥം നോക്കിയിട്ടല്ല, മറിച്ച് ഒരായത്തിലെ ഒരു വാക്കിലെ ഒരക്ഷരത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നിശ്ചയിച്ചത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്നും ഒരു ഹറഫ് നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 10 ഇരട്ടി പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖുർആനിന്റെ ഒരു പേജിൽ നമുക്ക് കാണാം ഏകദേശം 15 വരികളോളം ഖുർആനിന്റെ ഒരു പേജിൽ നമുക്ക് കാണാം. ആ ഒരു വരിയിൽ 15 വരികളുള്ള ഒരു പേജിൽ നിന്ന് ഒരൊറ്റ വരി നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെത്ര അക്ഷരങ്ങൾ ഉണ്ടായേക്കാം. ഇന്നല്ലദീന കഫറു സവാഉന അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും എന്ന് നമ്മൾ പാരായണം ചെയ്യുന്ന ഈ ഒരൊറ്റ വരിയിൽ ഏകദേശം 20 മുതൽ അല്ലെങ്കിൽ 19 അല്ലെങ്കിൽ 22 അക്ഷരങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മുഖേന 200 ഇരട്ടി പ്രതിഫലങ്ങൾ 20 ഇരട്ടി പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ 15 വരികൾ അടങ്ങുന്ന ഒരു സ്വഹ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു വരി നമ്മൾ ഓതുമ്പോഴേക്കും 200 പ്രതിഫലമാണെങ്കിൽ ഒരു 15 ആയത്തുള്ള ഒരു സ്വഹ, 15 വരികളുള്ള ഒരു സ്വഹ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ്. അത് ഒരുപാട് പേജുകളായി കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ്. അത് ജുസ്അകളായി കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ്. അത് ഈ ഖുർആനിന്റെ മുഴുവൻ പാരായണം തീർത്തു കഴിഞ്ഞാൽ എത്ര പ്രതിഫലമാണ് പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുക എന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. അങ്ങനെ റമദാനിൽ ഖുർആനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅ അസ്സഫറത്തിൽ ഖിറാമിൽ ബററ. നാളെ പരലോകത്ത് ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ നൈപുണ്യത്തോടുകൂടി ഓതുന്ന ആളുകൾ അവർ മലക്കുകളുടെ കൂടെയാണ്. വല്ലദീ യഖറഉൽ ഖുർആന, എന്നാൽ ഖുർആൻ വിക്കി ഓതുന്ന ആളുകൾ, പ്രയാസപ്പെട്ട് ഓതുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം വഹുവ അലൈഹി ഷാഖുൻ ലഹു അജ്റാൻ, അവർക്ക് 2 പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് ഖുർആനിന്റെ വിഷയം ആ രൂപത്തിൽ എടുത്തുകൊണ്ട് നമുക്ക്
നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. റസൂൽ പ്രത്യേകമായി നമ്മളെ പഠിപ്പിച്ചു, ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതുക. ഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആനിന്റെ ആളുകൾക്ക് വേണ്ടി നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഖുർആൻ കടന്നു വരും, ശുപാർശയ്ക്ക് വേണ്ടി കടന്നു വരും. എന്നിട്ട് ഖുർആൻ പറയും, മനഅതുഹു അല്ലൈൽ, പടച്ച റബ്ബേ, ഈ മനുഷ്യന്റെ രാത്രി ഉറങ്ങേണ്ട ഈ മനുഷ്യന്റെ സമയം, ആ ഉറക്കം അദ്ദേഹം ഒഴിച്ചു വെച്ചത് ഖുർആനിന് വേണ്ടിയിട്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പല സമയങ്ങളും ഇദ്ദേഹം മാറ്റിവെച്ചത് ഖുർആനിന് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് ഈ മനുഷ്യനെ നയിക്കണമേ റബ്ബേ എന്ന് ഖുർആൻ ശുപാർശ ചെയ്യണമെങ്കിൽ ഖുർആനിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പാരായണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലുപരി ഖുർആനിലേക്ക് ഉറ്റാലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതിലുപരി ഉറ്റാലോചിച്ചുകൊണ്ട് അതിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ നിയമ പാഠാവലികൾ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചു മുന്നേറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുർആൻ ഇറങ്ങിയ മാസമായ റമദാനിൽ ആ ഖുർആനിനെ നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കണം. ആ ഖുർആനുമായുള്ള ബന്ധം അത് നമ്മൾ കൂട്ടിയുറപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം, ആ ഖുർആനിനെ യഥാവിധം ഉറ്റാലോചിച്ചുകൊണ്ട് അതിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അതിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കേവലം പാരായണങ്ങൾ മാത്രമല്ല, മറിച്ച് ആ ഖുർആനിന്റെ ആശയ തലങ്ങളിലൂടെയും നമുക്ക് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികൾ, അവരുടെയൊക്കെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണ്. അവരൊക്കെ റമദാൻ മാസമായി കഴിഞ്ഞാൽ, ഇമാം ഷാഫി, അതുപോലെ തന്നെ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ, ഇമാം മാലിക്, ഇവരൊക്കെ റമദാനായി കഴിഞ്ഞാൽ ഹദീസ് പാഠങ്ങളൊക്കെ നിർത്തിവെച്ചുകൊണ്ട് റമദാനിൽ ഖുർആനുമായുള്ള ബന്ധത്തിന്, ആ ഖുർആൻ ഓതുവാനും ഖുർആനിലേക്ക് ഉറ്റാലോചിക്കുവാൻ വേണ്ടി അവർ മാറിയിരുന്നു എന്നൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഖുർആൻ ക്ലാസുകളിൽ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. ആ ഖുർആൻ കൂടുതൽ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ തഫ്സീർ മജ്ലിസുകളിലൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ, അതിൽ കൂടുതൽ ഒരു തൃപ്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നുള്ളത് അത് ഫർളാണ്. അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ആഴ്ച നടന്നതുപോലെ തന്നെ നാളെ ശനിയാഴ്ച ദിവസം 10:30 മണിക്ക് സ്ത്രീകൾക്ക് മാത്രമായി കൊണ്ടുള്ള ഒരു വിജ്ഞാന വേദി ഇൻഷാ അല്ലാഹ് നമ്മളുടെ പള്ളിയിൽ നടക്കുകയാണ്. ബഹുമാന്യ നസീമ ടീച്ചർ വാടാനപ്പള്ളിയാണ് അതിന് നേതൃത്വം നൽകുന്നത്. നമ്മളുടെയൊക്കെ ഇണകളെയും മക്കളെയും അതുപോലെ തന്നെ എല്ലാ നല്ലവരായ സത്യവിശ്വാസിനികളൊക്കെ അതിൽ എത്തിച്ചേരണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധത്തിൽ റമദാനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ റമദാൻ മുഖേന നാളെ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്ന കൂട്ടരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമ്മളുടെ നോമ്പ് കൊണ്ട് പടച്ച റബ്ബിനെ കണ്ടുമുട്ടാകുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോരുമില്ലാതെ കിടക്കേണ്ട ആളുകളാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആ ഖുർആനിൽ പറഞ്ഞതുപോലെ പെട്ടെന്നുള്ള ആ ഒരു ശിക്ഷ, ആ മരണം, അത് വെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ഖുർആനിനെ ഇത്തബഉ, നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞ അങ്ങനെ മരണത്തിന് മുമ്പ് ഏറ്റവും നല്ല രൂപത്തിൽ
ഖുർആൻ പിൻപറ്റി ജീവിക്കുകയും അങ്ങനെ ഏറ്റവും നല്ല മരണം കൈവരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മളുടെ കുടുംബവും മക്കളുമൊക്കെ റമദാനിലൂടെ കടന്നു പോകുമ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള ഒരുപാട് സഹോദരി സഹോദരന്മാർ, വിശ്വാസികൾ, ചെറിയ മക്കൾ, അവരൊക്കെ പ്രയാസത്തിലാണ്. അവർക്കൊക്കെ അള്ളാഹു തക്കതായ എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് സഹോദരി സഹോദരന്മാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഖൈറായ രൂപത്തിൽ അതൊക്കെ അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്കിടയിൽ ഒരുപാട് പ്രയാസങ്ങളാൽ, മാനസിക രോഗങ്ങളാൽ, കടങ്ങളാൽ ഒക്കെ ബുദ്ധിമുട്ടുന്ന, ശാരീരികമായി ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉപ്പ ഉമ്മമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനൻ നാർ, റബ്ബനാ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബി ഇഗ്ഫിർ ലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم.